Good morning, dear students. So, next module, financial statements of joint stock company. So, before entering into the topic financial statements, let us have an understanding about a joint stock company. So, a joint stock company is an organization which is formed by multiple individuals who pool their financial resources to carry out business activities, with ownership divided into shares that can be bought, sold, or transferred without affecting the company's existence. ഓക്കെ, സോ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് പല വ്യക്തികളിൽ നിന്നായിരിക്കും. പല വ്യക്തികൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഡോക്യുമെൻ്റ്, അതായത് ഷെയർസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, മീനിങ് ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി, എൻ്റർ കോൺട്രാക്ട്സ്, സ്യൂ or be sued in its own name independent of its shareholders. അതിൽ കമ്പനിക്ക് സ്വന്തമായിട്ട് കമ്പനിയുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും കമ്പനിയുടേതായിട്ടുള്ള ഓണർഷിപ്പ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. അതായത് അതിൽ ഇൻഡിവിജ്വൽസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നമ്മൾ ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണുള്ളത്. കമ്പനിയിലെ മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലൈബിലിറ്റി ആണുള്ളത്. അവരെത്രയാണോ ഷെയർ വാങ്ങിയിട്ടുള്ളത് ആ ഒരു ഷെയറിൻ്റെ എമൗണ്ടിൽ മാത്രം അത്രയും ലൈബിലിറ്റി മാത്രമേ ആ ഷെയർ ഹോൾഡർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അതിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡെത്തോ പിന്നെ ഇൻസോൾവൻസിയോ ഒന്നും നമ്മളുടെ കമ്പനിയെ അഫക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഷെയറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ടേഴ്സാണ് മെയിനായിട്ട് ഈ കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. അതുപോലെ തന്നെ കമ്പനിക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സാണ്. സോ ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് നോക്കാം. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഏതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിലും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് year, every company is required to prepare the financial statements. So these are the structured representation of the financial position and financial performance of an entity. So every organization has to prepare its financial statements annually. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അതിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത് ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ അതിൽ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ്, statement of profit and loss, statement of changes in equity, statement of cash flows, and notes comprising significant accounting policies and other explanatory information. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so before going to the financial statements, we must have an understanding about the key requirements for the presentation of financial statements. Financial statements prepare ചെയ്യുമ്പം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 certain requirements പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു കമ്പനി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ പറയുന്നത് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ, അതായത് പെർപ്പച്വൽ സക്സഷൻ ആണുള്ളത്. ആ കമ്പനിക്ക് ഒരു ഇന്ന പീരീഡിൽ അവസാനിക്കും എന്നുള്ളതൊന്നുമില്ല. അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു ബിസിനസ്സാണ്. സോ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? അസംഷൻ ഗോയിങ് കൺസേൺ ആണ്. അടുത്ത വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വർഷത്തേക്ക്. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് നോട്ട് ക്യാഷ് ബേസിസ്. അതായത് എന്തെല്ലാം റിസീവ് ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ശരിക്കും ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്യേണ്ടിയിരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ആക്ച്വലി
കൊടുക്കേണ്ടിയിരുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു സെയിൽസ് നടത്തി, ക്യാഷ് സെയിൽസ് നടത്തി, പക്ഷേ ക്യാഷ് സെയിൽസിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, സെയിൽസ് നടത്തിയപ്പോൾ ക്യാഷ് സെയിലായിട്ട് എത്ര കിട്ടിയിട്ടുണ്ട് അതും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് സെയിലായിട്ട് എത്ര കിട്ടിയിട്ടുണ്ട് അതും റെക്കോർഡ് ചെയ്യുന്നു. ഇനി നമ്മളൊക്കെ എന്തൊക്കെ ഇൻകം കിട്ടുവാനുണ്ട്, ആ കിട്ടുവാനുള്ള ഇൻകം കിട്ടിയിട്ടില്ല, അതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറയുക, ആ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ കൊടുക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് നമ്മൾ സാലറി കൊടുത്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം, പ്ലസ് എന്തൊക്കെ നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ടതാണ് ആ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി കൊടുത്തത് നെക്സ്റ്റ് വർഷത്തേക്ക് ബന്ധപ്പെട്ടതാണ്, അത് ഈ വർഷത്തെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ശരിക്കും ഈ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് എന്താണ്, ഈ വർഷവുമായി ബന്ധപ്പെട്ട ഇൻകം എന്താണ്, അത് മാത്രമേ നമ്മൾ ഈ വർഷം റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ കൊടുത്തതിൽ നിന്നും ഒഴിവാക്കുന്നു, അതിനെ കുറച്ച് കാണിക്കുന്നു. സോ അങ്ങനെ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അതാണ്. ദെൻ നെക്സ്റ്റ് വൺ, മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു മെറ്റീരിയൽ ഫാക്ടറും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. അതേസമയം ഇംമെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ, ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ബിസിനസ്സിനെ പ്രത്യേകിച്ച് അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തി കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മെറ്റീരിയൽ ആസ്പെക്ട്സുകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം, അതിന് സീരിയസ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സ്ഥിരത. അതായത് നമ്മൾ ഒരു വർഷം കാണിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫോർമാറ്റ് എന്താണോ അത് അതേപോലെ തന്നെ നെക്സ്റ്റ് വർഷവും കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്റർ പീരീഡ് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ ഇന്റർ ഫേം കമ്പാരിസൺ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിലും എല്ലാ സ്ഥാപനങ്ങൾക്കും ഫോളോ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് എല്ലാ കമ്പനികളും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ പീരീഡ് ടു പീരീഡ് അത് വ്യത്യസ്തമാക്കാൻ പാടില്ല. ദെൻ ട്രൂ ആൻഡ് ഫെയർ. Financial statements shall present information which is relevant, reliable, comparable and understandable. എല്ലാം ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ട്രൂ ആൻഡ് ഫെയർ ആസ്പെക്ട്സുകളായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഇൻകം ആൻഡ് അസറ്റ്സ് ഫിനാൻഷ്യൽ അൺലെസ് റിക്വയർഡ് ബൈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. വാരിയസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സജസ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1. Importance of presenting financial statements accurately and transparently. Offsetting can detract from liability of users to understand the transactions and assess the entire entity's future cash flows. Entities are encouraged to present without offsetting unless it reflects. Okay. നെക്സ്റ്റ് വൺ, ഓഫ്സെറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് or income and statement expenses are required to be shown on gross basis without offsetting against each other. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, അത് എത്രയാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇൻകം എത്രയാണ്, അത് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാം. നമ്മളല്ലാതെ ഒരു എക്സ്പെൻസ്, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 1 lakh rupees എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ കൂടുതൽ 2 lakhs ഇൻകം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ട് 2 ലക്ഷത്തിൽ 1 ലക്ഷം എക്സ്പെൻസ് ആണ്, ആ 1 ലക്ഷത്തിലെ എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കി 1 ലക്ഷം രൂപയാണ് നമ്മളുടെ ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കാൻ പാടില്ല. എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണിക്കാം, എന്തൊക്കെ ഇൻകം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണിക്കാം. ലൈക്ക് എന്തൊക്കെ അസറ്റ്സുകൾ നമുക്ക് ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ക്യാപിറ്റൽ ഉണ്ടായിട്ടുണ്ട്, അത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കാണിക്കുക. നമ്മൾ ഇന്റർ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓഫ്സെറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നെറ്റ് റിസൾട്ട് അല്ല നമുക്ക് വേണ്ടത്, ഗ്രോസ് ബേസിസിലുള്ള റിസൾട്ടാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, കമ്പാരറ്റീവ് ഇൻഫോർമേഷൻ.
Comparative information in respect of the preceding accounting period for all the amounts presented in the current year's financial statements shall given for better analysis. നമ്മൾ പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ കമ്പാരിറ്റീവ് അനാലിസിസ് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് പ്രീവിയസ് പീരീഡിൽ കാണിച്ചിരുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതേ ഐറ്റംസ് തന്നെ ഈ വർഷവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് പീരീഡ്. There is a presumption that the financial statements will be prepared at least annually. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷം ആനുവലി അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇഫ് ദ ആനുവൽ റിപ്പോർട്ടിംഗ് പീരീഡ് ചേഞ്ചസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ എ ഡിഫറെൻറ്റ് പീരീഡ്, അങ്ങനെ വേറൊരു പീരീഡിലാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ എൻറ്റിറ്റി മസ്റ്റ് ഡിസ്ക്ലോസ് ദ റീസൺസ് ഫോർ ചേഞ്ച് ആൻഡ് സ്റ്റേറ്റ് ദ എമൗണ്ട്സ് ആർ നോട്ട് എൻറ്റയർലി കമ്പയറബിൾ. അത് നമ്മൾ കൃത്യമായിട്ട് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ കൃത്യമായിട്ട് അത് ആനുവലി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദീസ് ആർ അബൌട്ട് ദ കീ റിക്വയർമെൻറ്റ്സ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ.